നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബ്രിഹി ഇന്നഹു യസ്മഉ ഖഫ്ഖ നിആലിഹിം ഹീന യുവല്ലൂന അൻ. ഒരു മനുഷ്യൻ ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനെ ഖബറിലാക്കി തിരിച്ചു പോകുന്ന ആളുകളുടെ കാലൊച്ചയുടെ ശബ്ദം അവൻ കേൾക്കുന്നതാണ്. ഇനി അവൻ ഒറ്റക്കാണ്. ആ ശബ്ദം കേൾക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം അതാണ്. അവൻ്റെ ഏകാന്തത നോക്കൂ നിങ്ങൾ. അവൻ്റെ സമ്പത്ത് അവൻ ഇട്ടേച്ചു പോയി. ഇത്രയും കാലം അവൻ കഷ്ടപ്പെട്ടത് സമ്പത്തിന് വേണ്ടിയാണ്. അതവൻ മരിച്ച സെക്കൻഡ് മുതൽ വേറൊരാളുതായി. അവൻ്റെ കുടുംബക്കാർ അവരത് അവനെ ഖബറിലാക്കി അവർ തിരിച്ചു പോവാണ്. അവരിനി അവിടെ നിൽക്കൂല. എത്ര സ്നേഹമുണ്ട് എങ്കിലും എത്ര നേരം നിൽക്കും? അവർ തിരിച്ചു പോകും. അവൻ ഒറ്റക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ കാന മുഅ്മിനൻ കാനത്ത് الصلاة عند رأسه. അവൻ മുഅ്മിനാണ് എങ്കിൽ നിസ്കാരം അവൻ്റെ തലക്കു മുകളിൽ ഇരിക്കുന്നതാണ്, അവൻ്റെ തലയുടെ ഭാഗത്ത്. വകാന الصيام عن يمينه. നോമ്പ് അവൻ്റെ വലതുഭാഗത്തിരിക്കുന്നതാണ്. വകാനത്ത് الزكاة عن شماله. സകാത്ത് അവൻ്റെ ഇടതുഭാഗത്തുണ്ടായിരിക്കുന്നതാണ്. وكان فعل الخيرات من الصدقة والصلة والمعروف والإحسان إلى الناس عند رجليه. അവൻ ചെയ്തു പോയിട്ടുള്ള നന്മകൾ, അവൻ്റെ കുടുംബബന്ധം ചേർക്കൽ, സദഖകൾ, അതുപോലെ തന്നെ ജനങ്ങളോട് അവൻ ചെയ്ത നന്മകൾ, ഇതെല്ലാം അവൻ്റെ കാലിനു മുൻപിൽ ഇരിക്കുന്നതാണ്. فيؤتى من قبل رأسه فتقول الصلاة ما قبل مدخل. അവൻ്റെ തലയുടെ ഭാഗത്തുകൂടെ അവന് നേരിടാവുന്ന പ്രയാസങ്ങൾ വരുമ്പോൾ നിസ്കാരം പറയും, മാ ഖിബലി മദ്ഖൽ, എൻ്റെ വഴിയിലൂടെ നിനക്ക് അവനിലേക്ക് എത്താൻ സാധിക്കുകയില്ല. വലതുഭാഗത്തുകൂടെ അവനെ സമീപിക്കുന്നതിനോട് അവൻ പറയും, അവൻ്റെ നോമ്പ് പറയും, എൻ്റെ ഭാഗം ഞാൻ ഒഴിവാക്കുകയില്ല. സകാത്ത് അതുപോലെ തന്നെ, അവൻ്റെ നന്മകൾ അതുപോലെ തന്നെ. നിനക്ക് ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ ഖബ്റിൽ കൂട്ടുകാരായി ഉള്ളത് നിൻ്റെ അമലുകളാണ്, നിൻ്റെ പ്രവർത്തനങ്ങളാണ്, അല്ല വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ വന്നതുപോലെ ഒരാൾ ഖബറിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ, അവനോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ അരികിലേക്ക് വെളുത്ത മുഖമുള്ള സുന്ദരമായ കാണാൻ ഭംഗിയുള്ള ഒരു മനുഷ്യൻ കയറി വരും. ആ മനുഷ്യനെ കാണുമ്പോൾ അയാൾ ചോദിക്കും, മൻ അൻത ഫവജ്ഹുക അൽവജ്ഹു യജീഉ ബിൽ ഖൈർ. നീ ആരാണ്? എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ നന്മയുമായിട്ടാണ് വരുന്നത്. അയാൾ പറയും, അന അമലുക സാലിഹ്, നീ ചെയ്ത നന്മകളാണ്. സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് ഖബറിൽ അങ്ങനെ കൂട്ടിരിക്കാൻ അമലുകൾ നന്മയുണ്ടാകുക എന്നത് എത്ര സമാധാനമുണ്ടാക്കുന്ന കാര്യമാണ്. ചിന്തിച്ചു നോക്കുക എൻ്റെ ഉള്ളിലെ അവസ്ഥ. മനുഷ്യൻ ഒറ്റയ്ക്ക് കിടക്കുന്ന സ്ഥലമാണത്. ഖബറിൽ അവന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ നന്മകളാണ്, സാലിഹായ പ്രവർത്തനങ്ങളാണ്. അത് അധികരിപ്പിക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന, അതിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടുന്ന ചില ആളുകളുണ്ട്. അതിലൊന്നാമത്തെ ആൾ ഷഹീദാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വരിച്ച ഷഹീദായ മുഅ്മിനായ മനുഷ്യനാണ്. അവന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാൽ. ഷഹീദിന് അള്ളാഹുവിൻ്റെ അരികിൽ 6 പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുജാറു മിൻ അദാബിൽ ഖബർ. അവൻ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ഖബറിലെ പരീക്ഷണം അവനെ ബാധിക്കുന്നതല്ല, അവൻ ഷഹീദാണ് എങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥനയിൽ ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഷഹാദത്ത്, രക്തസാക്ഷ്യം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഷഹീദാകണമെന്ന ആഗ്രഹം ഹൃദയത്തിലില്ലാതെയാണ് മരിക്കുന്നത് എങ്കിൽ നിഫാഖിൻ്റെ ഒരു പങ്ക് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അവൻ മരിക്കുന്നത്. ആരെങ്കിലും ഷഹീദാകണമെന്ന ആഗ്രഹമില്ലാതെയാണ് ജീവിച്ചത് എങ്കിൽ, ആ അവസ്ഥയിലാണ് അവൻ മരിച്ചത് എങ്കിൽ നിഫാഖിൻ്റെ ഒരു പങ്ക് ഹൃദയത്തിൽ ബാക്കി വെച്ചുകൊണ്ടാണ് അവൻ മരിക്കുന്നത്. അതുകൊണ്ട് സഹോദര, ഷഹീദാവെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വഴികളിൽ അവൻ പറഞ്ഞ മാർഗത്തിൽ, വെറുതെ പോയി ചാവേർ ബോംബായി പൊട്ടിത്തെറിക്കുക, അതല്ലെങ്കിൽ അള്ളാഹു അവന് അനുവദിക്കാത്ത നിഷിദ്ധമാക്കിയ രക്തം ചിന്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ മരണം വരിക്കും, ഇതൊന്നും എന്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ഇലാ അസബിയ്യ വമാത അലൽ അസബിയ്യ. ആരെങ്കിലും വിഭാഗീയതയിലേക്ക്, കക്ഷിത്വത്തിലേക്ക് ക്ഷണിക്കുകയും അതിൻ്റെ പേരിൽ മരിക്കുകയും ചെയ്താൽ മീതത്തൻ ജാഹിലിയ്യ, മരിച്ചത് ജാഹിലിയ മരണമാണ്, ഷഹീദായിട്ടല്ല മരിച്ചത്. അതുപോലെ തന്നെ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ജീവൻ ഹനിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് നമ്മുടെ നാടുകളിൽ അമുസ്ലിമീങ്ങളായ ആളുകളെ വധിക്കുക എന്ന ആഹ്വാനം പുറപ്പെടുവിച്ച് അവരെ വധിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് അതിൻ്റെ പേരിൽ അവൻ മരിച്ചാൽ അവൻ ഷഹീദല്ല, ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. ആരെങ്കിലും കരാറിലേർപ്പെട്ട അമുസ്ലിമായ ഒരു മനുഷ്യനെ വധിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നതല്ല. ഈ ഷഹീദ് എന്ന് പറഞ്ഞത് അള്ളാഹും അവൻ്റെ റസൂലും പഠിപ്പിച്ച രൂപത്തിലുള്ള ഷഹാദത്താണ്.
ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ജിഹാദുകൾ ഉണ്ടായാൽ ആ ജിഹാദിൽ പങ്കെടുത്താൽ അവന് സംഭവിക്കുന്ന ഷഹാദത്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറാബിത്തായിക്കൊണ്ടിരിക്കെ ഇസ്ലാമിക രാജ്യത്തിന് കാവൽ നിൽക്കുന്ന വേളയിൽ, ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിര് കാക്കുന്ന വേളയിൽ, മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലകൊണ്ട വേളയിൽ ഒരാൾ മരണപ്പെട്ടാൽ അവന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ് അമിന മിനൽ ഫത്താൻ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറാബിത്തായി കൊണ്ടിരിക്കെ, അവൻ കാവൽക്കാരനായി സൈനികനായി അതിർത്തി സംരക്ഷിച്ചു കൊണ്ടിരിക്കെ ആ മാർഗത്തിൽ അവൻ മരണപ്പെട്ടാൽ അവന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിർഭയത്വമുണ്ടായിരിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ മരിച്ച വേള മുതൽ അന്ത്യനാൾ വരെ അവൻ്റെ സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അവൻ ചെയ്തിരുന്ന നന്മകൾ അവന് നിർത്താതെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ഈ പറഞ്ഞ ആളുകൾക്ക് പറയപ്പെട്ട പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളിൽ ഒരു ഭാഗമാണ് വെള്ളിയാഴ്ച ദിവസം മരിക്കുക എന്നത്. വെള്ളിയാഴ്ച ദിവസം മരിച്ചവർക്ക് ഈ പറഞ്ഞ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുംഅത്തി ഔ ലൈലത്തൽ ജുംഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത അൽ ഖബർ. ആരെങ്കിലും വെള്ളിയാഴ്ച പകലിൽ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ, വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ ജുമുഅ കഴിഞ്ഞിട്ടുള്ള രാത്രിയല്ല, ജുമുഅക്ക് മുൻപുള്ള രാത്രിയാണ്. നമ്മൾ വ്യാഴാഴ്ച രാത്രി എന്ന് പൊതുവെ പറയുന്നത് സമയം, അതാണ് ലൈലത്തു അൽ ജുമുഅ. വെള്ളിയാഴ്ച രാവിൽ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഒരാൾ മരണപ്പെട്ടാൽ അവന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതൊക്കെ ഒരാൾ തൗഹീദിലായി നന്മകളിലായി മരിച്ചാലുള്ള കാര്യമാണ്. ഒരാൾ മുഅ്മിനാണ് എങ്കിൽ ഈ പറഞ്ഞ കാരണം അവൻ്റെ നല്ല അന്ത്യത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ വെള്ളിയാഴ്ച രാവിൽ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ മരിക്കുക എന്നത് നല്ല മരണത്തിൻ്റെ അടയാളമായി എണ്ണിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് വയറിന് അസുഖം ബാധിച്ചുകൊണ്ട് മരിച്ചാൽ അവന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിർഭയത്വമുണ്ടായിരിക്കും, അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. മൻ യഖ്തുൽഹു ബത്നുഹു ഫലൻ യുഅദ്ദബ ഫീ ഖബ്രിഹി. ആരെങ്കിലും വയറിന് അസുഖം ബാധിച്ചുകൊണ്ട് വയറിൻ്റെ രോഗം കാരണത്താൽ മരണപ്പെട്ടാൽ അവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയറിൽ ബാധിക്കുന്ന രോഗങ്ങൾ, ഉദാഹരണത്തിന് പഴയകാലത്ത് കോളറ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരാൾക്ക് വയറിന് അസുഖമായി ഭക്ഷണം പിടിച്ചു വെക്കാൻ സാധിക്കാതെ അങ്ങനെ പ്രയാസമുണ്ടായാൽ മരണപ്പെട്ടു, അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങളോ അതല്ലെങ്കിൽ മറ്റു ലിവറിനോ കിഡ്നിക്കോ മറ്റോ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ പറഞ്ഞതിൽ ഉൾപ്പെടുന്നതാണ്. ഇതൊക്കെ വയറിനെ ബാധിക്കുന്ന രോഗങ്ങളിൽപ്പെട്ടതാണ്. ഇത്തരം രോഗങ്ങളിലായിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ അയാൾക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്.